ഏണസ്റ്റ് അക്കാഡമിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആൻഡ് റിവിഷൻ എഞ്ചിനീയർ മെക്കാനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ 8ാമത്തെ മൊഡ്യൂൾ എഞ്ചിനീയർ മെക്കാനിക്സ്. വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ. ഫോഴ്സസ്, അതിൻ്റെ ഇക്വിലിബ്രിയം, മൊമെന്റ്, കപ്പിൾ, റിസൾട്ടൻ്റ് എന്താണ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കേസ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കൂടെ റിവിഷൻ ചെയ്ത് പോകാം. ആൻസർ അറിയാവുന്നവർ പറയുക. ദ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓൺ എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താണ് ഫോഴ്സ്? ഒരു ബോഡി, ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, പി എന്നൊരു ഫോഴ്സ് പി. ഫോഴ്സ് പി ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. എ എന്ന പോയിന്റിൽ പി ആക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യം ഡയറക്ഷൻ മാറ്റി നോക്കാം. അപ്പോൾ ഡയറക്ഷൻ പി ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴും എയിൽ തന്ന സെയിം പോയിന്റ് തന്നെ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴും ബോഡിക്ക് ഉണ്ടാകുന്ന മോഷൻ അല്ലെങ്കിൽ എഫക്റ്റ് സെയിം ആയിരിക്കുമോ ഡിഫറൻ്റ് ആയിരിക്കുമോ? ഡയറക്ഷൻ അനുസരിച്ച് ആര് മാറും? എന്തു മാറും? നമുക്കിവിടെ എന്തോ ചോദിച്ചേക്കുന്ന എഫക്റ്റ് മാറും. അപ്പം ഡയറക്ഷൻ ഓക്കെ, കറക്റ്റ് ആണ്, ഡയറക്ഷൻ അനുസരിച്ച് മാറും. അടുത്ത മാഗ്നിറ്റ്യൂഡ്. ഞാൻ ആദ്യം കൊടുത്ത ഫോഴ്സ് പിക്ക് പകരം ഞാനിപ്പോൾ 2p കൊടുത്തെന്ന് വിചാരിക്കുക. ഫോഴ്സ് ഡബിൾ ആക്കി, എഫക്റ്റ് സെയിം ആയിരിക്കുമോ ഡിഫറൻ്റ് ആയിരിക്കുമോ? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം മാഗ്നിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡും. ഡയറക്ഷനെയും മാഗ്നിറ്റ്യൂഡിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യും. നോക്കാം, ഞാൻ ഈ രണ്ടാമത് വരച്ചേക്കുന്ന ഫോഴ്സ് പി, അത് എയിലാണ് ആക്ട് ചെയ്യുന്നത്. മറ്റൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതേ ഡയറക്ഷൻ, ഇപ്പൊ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക, പിയുടെ ആംഗിൾ. ഇതേ ആംഗിളിൽ ഇതേ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ഫോഴ്സ് പി ബിയിൽ ആക്ട് ചെയ്യുന്ന വിചാരിക്കുക. എയിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റും ബിയിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റും സെയിം ആയിരിക്കുമോ ഡിഫറൻ്റ് ആയിരിക്കുമോ? ഡിഫറൻ്റ് ആയിരിക്കും. അത് ഏത് ലോ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കുമെന്ന്? നമ്മൾ ക്ലാസ് എടുത്തതാണ്. ഒരു ലോ ഉണ്ട്, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ലോയുടെ പേര് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്നാണ്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അപ്പൊ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്? ഈ ഡോട്ടഡ് ലൈൻ നമ്മൾ പറയുന്ന പേരെന്താണ്? ഫോഴ്സ് ആക്ട് ചെയ്ത് പോകുന്ന ലൈൻ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ലൈൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത് ഫോഴ്സിന്റെ എഫക്റ്റ് മാറാതെ ഫോഴ്സിന്റെ പൊസിഷൻ മാറ്റാം. എങ്ങനെ? ആ രണ്ടാമത്തെ പോയിന്റും ഏതിൽ തന്നെ ആയിരിക്കണം? എ എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റും ബി എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റും സെയിം ആകണമെങ്കിൽ, ഫോഴ്സ് സെയിം ആണെങ്കിൽ, ആ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും എവിടെ തന്നെ ഉള്ള പോയിന്റുകളായിരിക്കണം? ലൈൻ ഓഫ് ആക്ഷൻ. നോക്ക്, എയും ബിയും ഇവിടെ നമ്മൾ ആദ്യം വരച്ച ഫിഗറിൽ എയും ബിയും ലൈൻ ഓഫ് ആക്ഷനിലുള്ള പോയിന്റ് ആണോ? അല്ല, എയും ബിയും ജോയിൻ ചെയ്യുന്ന ലൈൻ വേറെ ഏതോ ലൈനാ. ഫോഴ്സിന്റെ ലൈനിൽ തന്നെ അല്ല എയും ബിയും വരുന്നത്. അപ്പോ എഫക്റ്റ് മാറുമോ മാറത്തില്ലയോ? മാറും. അപ്പോ ഫോഴ്സ് ആരെയൊക്കെ ഫോഴ്സിന്റെ എഫക്റ്റ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നിറ്റ്യൂഡ്, പൊസിഷൻ, മൂന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഓർക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. 1 കിലോഗ്രാം ഫോഴ്സ് 1 kgf. ഫോഴ്സിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് kgf. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, SI യൂണിറ്റ് യൂസ് ചെയ്യാറില്ല. 9.81. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 കിലോഗ്രാം ഫോഴ്സ് ഈക്വൽ ടു എത്ര ന്യൂട്ടൺ ആണ്? എങ്ങനെ കണ്ടുപിടിക്കുന്ന? കിലോഗ്രാം ഫോഴ്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതൊന്നും വേണ്ട, അത് ഫോഴ്സിന്റെ ഇനേഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. അവിടെ ആക്സലറേഷൻ ഏതെടുക്കണമെന്ന് ഓർക്കുക, kgf. അപ്പോൾ 100 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് 100 കിലോ മാസ് ഉള്ള ഒരു ബോഡി എത്ര ലോഡ് മറ്റൊരു ബോഡിയിലേക്ക് കൊടുക്കും. ഇപ്പൊ നമ്മുടെ കയ്യിൽ 1 കിലോഗ്രാം ഉള്ള ഒരു വസ്തു എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഫോഴ്സ് വരും?
അതാണ് കിലോഗ്രാം ഫോഴ്സ്. കിലോഗ്രാം ഫോഴ്സ് കണ്ടുപിടിക്കാൻ അതിനെ വെയിറ്റ് ആക്കി കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര ആയിരിക്കും? ഇപ്പൊ 100 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? 100 ഇൻറ്റു 9.81. അപ്പൊ കിലോഗ്രാം ഫോഴ്സിന് അപ്പോൾ ഇൻറ്റു ജി, അതാണ് ന്യൂട്ടണിലേക്ക് കൺവേർഷൻ. അപ്പോൾ 981 വരും. ഇവിടുത്തെ ആൻസർ 1 കിലോഗ്രാം ഫോഴ്സ് ആണ്. അപ്പൊ ആൻസർ 9.81 ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ. If the resultant of two forces P and Q acting at an angle theta make an angle alpha with P, then tan alpha is equal. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ C. സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൽഫ വിത്ത് ഏത് ഫോഴ്സ് ആണെന്നുള്ളത് നോക്കി വേണം, അല്ലെങ്കിൽ ഇക്വേഷൻ തിരിയും. രണ്ട് ഓപ്ഷനും ക്വസ്റ്റ്യനിൽ കാണാം. അപ്പം കാണാൻ പഠിച്ചങ്ങ് വെക്കരുത്. ക്യൂ എപ്പോഴും മോളി, പി പിന്നെ ഇങ്ങനെ ആയിരിക്കും. ഈ ആൻസറും വരാം, അതാ ഓപ്ഷൻ എയും വരാം എന്തായിരുന്നെങ്കിൽ. അപ്പൊ നമുക്ക് ഫിഗർ അറിയണം. ഈ ഫിഗറാണ് നമ്മൾ പഠിച്ചേക്കുന്ന. പിയുമായിട്ട് ഇപ്പൊ പിയും ക്യൂ, എന്താണ് പി ഇവിടെ ഉണ്ട്, ക്യൂ ഉണ്ട്. പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ തീറ്റ. റിസൾട്ടന്റ് ആണ് ഈ ഡയഗണൽ. പാരലോഗ്രാം ലോ അനുസരിച്ച് രണ്ട് വെക്ടറുകളെ അഡ്ജസന്റ് സൈഡായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് പിയുമായിട്ട് മേക്കുന്ന ആംഗിൾ ആണ് ആൽഫ എങ്കിൽ ഇക്വേഷൻ ആണ് ഇതായി കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ, ഇത് എനിക്ക് ബിയുമായിട്ടുള്ള ആംഗിൾ ആണ് വേണ്ടെങ്കിലോ, അതായത് ബീറ്റ, ഒന്നുമില്ല, ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ സിമ്പിൾ ആണ്. പിയുടെ പൊസിഷനിലെല്ലാം ആരെ കൊടുക്കുക? പി മാറ്റി ക്യൂ ആക്കുക, ക്യൂ മാറ്റി എന്താക്കുക? അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? ടാൻ ബീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ ആയിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ മോളി ആദ്യം പി വരും. പി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് തീറ്റ. പിന്നെ വേറൊരു റിലേഷനും കൂടെ ഉണ്ട്. ഈ ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? കറക്റ്റ്. അതും കൂടെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? വിത്ത് റെസ്പെക്ട് പി ആണ്. അപ്പൊ ആൻസർ ഏതാ? നമ്മൾ ഡയറക്റ്റ് പഠിച്ചേക്കുന്ന ഇക്വേഷൻ തന്നെയാണ്. ഏതാ ഇക്വേഷൻ? ഓപ്ഷൻ സി. ഇവിടെ പി മാറി ക്യൂ ആയിരുന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. ഓക്കെ ആണോ? പിന്നെ അതേപോലെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താണ്? അതും കൂടെ പറഞ്ഞിട്ട് പോ. റിസൾട്ടന്റിന്റെ ഇക്വേഷൻ Square root of പി സ്ക്വയർ. പിന്നെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന വേറൊരു ടെക്നിക്കാണ്. വൺ ഓഫ് ദി ഫോഴ്സസ് ഈസ് ഡയറക്ഷൻ ഓഫ് വൺ ഫോഴ്സ് ഈസ് റിവേഴ്സ്ഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റം വരുത്തും? ഇപ്പൊ ക്യൂവിന്റെ ഡയറക്ഷൻ ഈസ് റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞു. ക്യൂ വരുന്നിടത്ത് മൈനസ് ക്യൂ കൊടുക്കണം. അപ്പൊ ഈ ഫസ്റ്റ് ടേമിൽ മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ കുഴപ്പമില്ല, ക്യൂ സ്ക്വയർ വരുന്നതിനും. പക്ഷെ ഈ സെക്കൻഡ് ടേം എന്തായിട്ട് മാറും? മൈനസ് 2pq ആവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഫോഴ്സ് ഏതെങ്കിലും വെക്ടറിനെ റിവേഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് കൊടുക്കുക. ഡബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊടുക്കുക. ഹാഫ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ 2 എടുക്കുക. അത്രേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് വൈസ്. ഓക്കെ. അടുത്ത, the resultant of two equal forces F acting in opposite directions. Option D 0. ഓക്കെ. അപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ, പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള എളുപ്പ ടെക്നിക്കുകളുണ്ട്. ഇപ്പൊ സെയിം ഫോഴ്സ് ആവണം നിർബന്ധമില്ല, ഡിഫറെന്റ് ഫോഴ്സ് ആകട്ടെ. പി ആൻഡ് ക്യൂ, പിയും ക്യൂവും സെയിം ഡയറക്ഷൻ, അതായത് ഒരേ ലൈനിൽ, അതായത് അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0.
0. അങ്ങനെ വരുമ്പോൾ ഇവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് P+Q വരും. നമ്മൾ കാണാൻ വിളിച്ചിട്ടുള്ളതാണ്, നോട്ടിൽ നോക്കിയാൽ കാണാം. ഇനി ഇപ്പൊ സെയിം ഡയറക്ഷൻ, അടുത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. P ഒരു ഡയറക്ഷൻ, അതിന് നേരെ ലീനിയർലി ഓപ്പോസിറ്റ് Q. അതായത് തീറ്റയുടെ വാല്യൂ എത്ര വരും? 0 ആണോ? 180. 180. നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ 180. അങ്ങനെ വരുമ്പോൾ റിസൾട്ടന്റ് എന്ത് വരും? P-Q വരും. P-Q. ഇനി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ P ഇങ്ങനെ Q ഇങ്ങനെ, എങ്കിൽ റിസൾട്ടന്റ് എന്ത് വരും? Square root of P square plus Q square. P² plus Q². അത്രേ ഉള്ളൂ. 2PQ കോസ് തീറ്റയിൽ കോസ് തീറ്റ 90 ആയി പോകും, കോസ് 90 0 ആയി പോകും. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് √P² plus Q² മാത്രം വരും. ഇനി ഈ ആറിനും ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടും സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ ഉള്ള റിസൾട്ടന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ഉള്ള റിസൾട്ടന്റും, അതിനൊരു പ്രത്യേകതയുണ്ട്. Maximum and minimum. കറക്റ്റ്. എപ്പോഴാണ് മാക്സിമം? സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ മാക്സിമം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ മിനിമം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പം രണ്ട് ഫോഴ്സും കൂടെ കുറയ്ക്കണം. രണ്ടും F ആണ് ഇവിടെ. അപ്പൊ F - F = 0. 0 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിൽ ഏത് വന്നേനെ? 2F. 2F. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ 2F വന്നേനെ. അപ്പൊ ആരെ ഈ 0.707F? പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നുന്നു. തെറ്റാണ്. ഇത് എന്താ വരുന്നത്? √2P². √2ന്റെ വാല്യൂ 0.707 ആണോ? 1/√2. 1/√2 ആണ്. Sin 45. പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ 90 ആണെങ്കിൽ √2P, അതായത് 1.414F ആണ് വരുന്നത്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, ഓർത്തിരിക്കേണ്ടതാണ്. R-maxും R-minimum. R-maxിൽ തീറ്റ സെയിം 0 ഡിഗ്രി, R-minimum വരുമ്പോൾ 180 ഡിഗ്രി. അടുത്ത, the force of attraction of earth on a body is called? Weight of the body ആണ്. വെയിറ്റ് ഓഫ് ദി ബോഡി ആണ് ആൻസർ. ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ല, എർത്ത് ഗ്രാവിറ്റേഷൻ അല്ല, ഫോഴ്സ് ആണ്. അത് വെയിറ്റ് ഓഫ് ദി ബോഡി ആണ്. അതായത് ഒരു ബോഡി, ഇപ്പൊ ഇത് എർത്ത് ആണെങ്കിൽ, എർത്തിന്റെ മുകളിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ, ബോഡിയിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? W = mg. വെയിറ്റ് എന്ത് ക്വാണ്ടിറ്റി ആണ്? ഏത് ക്വാണ്ടിറ്റിയുടെ ടൈപ്പ് ആണ്? ഒരു ഫോഴ്സ് ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. തിരിഞ്ഞു പോകരുത്. വെയിറ്റ് ന്യൂട്ടണിലും മാസ് കിലോഗ്രാമിലുമാണ്. If the resultant of all forces acting on a particle is 0, the particle is said to be in? Option A, equilibrium. അപ്പോ the particle, ഇങ്ങനെ ക്വസ്റ്റ്യൻ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മീനിങ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നാണ്. ഒരു പോയിന്റ്. ഫോഴ്സുകളെല്ലാം ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ഫോഴ്സ് എന്ന് പറയും? കൺകറന്റ് ഫോഴ്സ്. കൺകറന്റ് ഫോഴ്സിലെ കണ്ടീഷനാണ് റിസൾട്ടന്റ് ഫോഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും ഉള്ളത്. പക്ഷെ കൺകറന്റ് അല്ലാത്ത ഫോഴ്സ് സിസ്റ്റങ്ങളുണ്ട്, നമ്മൾ പഠിച്ചതാണ്. അതെന്താണ്?
പാരലൽ ഫോഴ്സ് ഓഫ് പാരലൽ ഫോഴ്സ് വരാം. ഇതിന് കോമൺ ആയിട്ട് കൺകറന്റ് അല്ലാത്ത എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? നോൺ കൺകറന്റ്. നോൺ കൺകറന്റ് ഫോഴ്സ്. അപ്പൊ കോമൺ ആയിട്ട് ഒരു മീറ്റിംഗ് പോയിന്റ് ഇല്ല എങ്കിൽ ഇതിന് കോമൺ മീറ്റിംഗ് പോയിന്റ് ഇല്ല. ഈ സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ അല്ലയോ? റിസൾട്ടന്റ് ഫോഴ്സ്, റിസൾട്ടന്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് നെഗ്ലിജിബിൾ. വാലിഡ് അല്ല. എന്തുകൊണ്ട് വാലിഡ് അല്ല? മൊമെന്റും കൂടി സീറോ ആവണം. കറക്റ്റ്. ഇവിടെ സിഗ്മ എഫ് എക്സ്, നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആർ ഈക്വൽ ടു 0 മാത്രം ആയാൽ പോരാ, സിഗ്മ എമ്മും 0 ആയിരിക്കണം, നോൺ കൺകറന്റ്. ഈ ആർ 0 ആകണമെങ്കിൽ ആരൊക്കെ 0 ആകണം? റിസൾട്ടന്റ് 0 ആകണമെങ്കിൽ if r equal to 0 means സിഗ്മ എഫ് എക്സും 0 വരണം, സിഗ്മ എഫ് ഐയും 0 വരണം. അപ്പോ കൺകറന്റ് ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ മതി. രണ്ട് കണ്ടീഷൻ, r 0 ആയാൽ മതി, ഇക്വിലിബ്രിയം ആയിരിക്കും. അതാണ് ഈ കേസ്. പക്ഷെ ബോഡി നോൺ കൺകറന്റ് ആണെങ്കിൽ, ബോഡി ആയോട്ടെ, ബോഡിയിലും കൺകറന്റ് വരാം. നോൺ കൺകറന്റ് ആണെങ്കിൽ റിസൾട്ടന്റും 0 ആകണം, മൊമെന്റും 0 ആകണം. ഓക്കെ, മൊമെന്റ് എന്തായിരുന്നു? മൊമെന്റും കൂടെ പറഞ്ഞിട്ട് പോവാം. മൊമെന്റ് ഈക്വൽ ടു എം ഈക്വൽ ടു എന്താണ്? Force ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓർക്കുക, നമ്മൾ ഏത് പോയിന്റ് അബൌട്ട് ആയിട്ടാണോ മൊമെന്റ് എടുക്കുന്നത്, ആ പോയിന്റിൽ നിന്ന് ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മൊമെന്റ് എപ്പോഴും അബൌട്ട് എ പോയിന്റ് ആണ് പറയുന്നത്. ഇപ്പോൾ എം ഒ എന്ന് പറഞ്ഞാൽ മൊമെന്റ് അബൌട്ട് ഒ. അപ്പൊ ഫോഴ്സും ഓയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എം ഒ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡിസ്റ്റൻസ്. യൂണിറ്റ് എന്താ വരുന്നത്? Newton meter. ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, moment of force of a force about any axis is equal to the sum of the moment of its components about the same axis is. ഏത് ലോ ആണ്? വാരിഗ്നസ് തിയറം. കറക്റ്റ്. എന്താണ് വാരിഗ്നസ് തിയറം പറയുന്നത്? ഇപ്പോൾ O എന്നൊരു പോയിന്റ് ഉണ്ട്, ഓയിൽ നിന്ന് എഫ് ഒരു ഫോഴ്സ്, ഇത് ഡി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെങ്കിൽ മൊമെന്റ് അബൌട്ട് O എന്താണ്? എഫ് ഇൻറ്റു ഡി. ഇനി എഫിന് മൊമെന്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ എടുക്കുന്നു. O ഇവിടെ ഉണ്ട്, ഞാൻ എഫിനെ രണ്ട് കമ്പോണന്റ് ആക്കി, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്, എഫ് എക്സും എഫ് വൈയും ആക്കി. ഈ പോയിന്റ് ഇത് ഡി ആണ് എങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡി എക്സ്, ഈ ഡിസ്റ്റൻസ് ഡി വൈ എങ്കിൽ വാരിഗ്നസ് തിയറം അനുസരിച്ച് എഫ് ഇൻറ്റു ഡി ഈക്വൽ ടു എന്തുമായിരിക്കും? എഫ് എക്സിന്റെ മൊമെന്റ് പ്ലസ് എഫ് വൈയുടെ മൊമെന്റ്. എഫ് എക്സിന്റെ മൊമെന്റ് എത്ര ആയിരിക്കും ഇവിടെ? എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആണോ എഫ് എക്സ് ഇൻറ്റു ഡി വൈ ആണോ? Fx into dy. ഫോഴ്സ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ആണ്, പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എഫ് എക്സ് ഇൻറ്റു ഡി വൈ പ്ലസ് എഫ് വൈ ഇൻറ്റു ഡി എക്സ്. ഇനി മൊമെന്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ മൊമെന്റ് ആണ്? അപ്പം എഫ് എക്സ് ആയാലും എഫ് ഐ ആയാലും ഓയ്ക്ക് അബൌട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് തന്നെയാണ്, അതുകൊണ്ടാണ് പ്ലസ് വന്നത്. ഏതെങ്കിലും ആന്റി ക്ലോക്ക് വൈസ് വന്നെങ്കിൽ അവിടെ മൈനസ് വരും. ഇവിടെ എഫ് ക്രിയേറ്റ് ചെയ്യുന്നതും ക്ലോക്ക് വൈസ് ആണ്. അപ്പം എഫ് ഇൻറ്റു ഡി ഫോഴ്സിന്റെ മൊമെന്റ് എടുക്കുന്നതിന് പകരം അതിന്റെ കമ്പോണൻസിന്റെ മൊമെന്റ് എടുത്തിട്ട് കൂട്ടിയാലും മതി എന്ന് പറയുന്നതാണ് വാരിഗ്നസ് തിയറം. നമ്മൾ സിമ്പിളായിട്ട് ക്ലാസ് എഴുതിയിട്ടുണ്ട്, എഫ് ഇൻറ്റു ഡി ഈക്വൽ ടു എഫ് വൺ ഡി വൺ പ്ലസ് എഫ് ടു ഡി ടു. അത് തന്നെയാണ് ഈക്വേഷൻ. അപ്പം ഫോഴ്സിന്റെ മൊമെന്റിന് പകരം കമ്പോണന്റുകളുടെ മൊമെന്റ് എടുത്ത് കൂട്ടുക. Splitting of a single force into two or more components without changing its effect.
റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഒരു ഫോഴ്സ്, സിംഗിൾ ഫോഴ്സ്, അതിനെ ഞാൻ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, F1, F2, F3. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെസൊല്യൂഷൻ. അപ്പൊ ഈ കിട്ടുന്ന 3 ഫോഴ്സ് അല്ലെങ്കിൽ 4 ഫോഴ്സ്, ഇവരെ വിളിക്കുന്ന പേരെന്താണ്? എഫിന്റെ ആരാണ് F1, F2, F3? കമ്പോണൻസ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കമ്പോണൻസ്. ഇനി തിരിച്ച് നമുക്ക് 3 ഫോഴ്സ് ഉണ്ടായിരുന്നു, F1, F2, F3. ഇതിനെ ഒരു സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റി, F ആക്കി മാറ്റി. എങ്കിൽ ഈ പ്രോസസ് ആരാണ്? കോമ്പോസിഷൻ. അപ്പോ F1ന്റെ, F2ന്റെയും F3യുടെ ആരാണ് F? റിസൾട്ടന്റ്. അത് ഓർത്തിരുന്നു. ഈ 2 പേര്, കമ്പോണൻസ് എന്താണ്, റിസൾട്ടന്റ് എന്താണ്, റെസൊല്യൂഷൻ എന്താണ്, കോമ്പോസിഷൻ എന്താണ്. ഇത് റിസൾട്ട്. ഇപ്പൊ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കമ്പോണൻസ്, കോമ്പോസിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിസൾട്ടന്റ്. ആ പേരുകളുടെ റിലേഷൻ അതാണ്. ഇവിടുത്തെ ആൻസർ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ഇനി മറ്റൊരു സ്പെഷ്യൽ ടൈപ്പ് എന്താണ്? റെക്ടാങ്കുലർ കമ്പോണൻസ്. 90 ഡിഗ്രിയില് റെസൊല്യൂഷൻ ചെയ്യണം. കമ്പോണൻസിനെ 90 ഡിഗ്രിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് 90 ഡിഗ്രിയിലുള്ള കമ്പോണൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിനൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് FX, FY. എങ്കിൽ ഈ FX-നെ FY-നെയൊക്കെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്. അവർ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90. ഇപ്പൊ 3D വരികയാണെങ്കിൽ എന്തൊക്കെ വരും? FX വരും, FY വരും, FZ വരും. 2D ആണെങ്കിൽ FX, FY. അടുത്ത, 2 forces of same magnitude acting at a distance d in opposite direction forms. കപ്പിൾ. അപ്പോ അതിന്റെ ഡെഫിനിഷൻ വെച്ച് ചോദിച്ചതാണ്. 2 അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ, അവർ തമ്മിലുള്ള ആംഗിൾ സെയിം ആയിരിക്കണം, ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് കപ്പിൾ എന്ന് വിളിക്കുന്നത്. കപ്പിൾ ഇസ് എ മൊമെന്റ്, അതൊരു മൊമെന്റ് ആണ്. കപ്പിളിനെ നമ്മൾ വേറെ പേരിട്ടും വിളിക്കാറുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കപ്പിളിനെ മെയിൻ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? ടോർക്ക് ഇസ് എ കപ്പിൾ. അപ്പോ ട്വിസ്റ്റിംഗ് കപ്പിൾ, അതാണ് ടോർക്ക്. ഇനി ഇവിടുത്തെ കപ്പിളിന്റെ വാല്യൂ എങ്ങനെ? നമ്മൾ മൊമെന്റ് ആണെന്ന് പറഞ്ഞു, ഇവിടുത്തെ എം വാല്യൂ എത്ര വരും? F into D. One of the forces into ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പെർപെൻഡിക്കുലർ ഫോഴ്സ്. അതുകൊണ്ട് ഈ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന് ഒരു പേര് വിളിക്കുക. ഡിയെ വിളിക്കുന്ന പേരെന്താണ്? ആം ഓഫ് കപ്പിൾ. ഓർത്തിരുന്നോണം. ഇനി മൊമെന്റ് 2 ടൈപ്പ് ഉള്ളതുപോലെ കപ്പിളും എത്ര ടൈപ്പ് ഉണ്ട്? ഓക്കെ, 2 ടൈപ്സ്. അപ്പം ക്ലോക്ക് വൈസ് കപ്പിൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് കപ്പിൾ ആണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് CW, ഇത് CCW അല്ലെങ്കിൽ ACW. ഇനി വേറൊരു കാര്യം ഓർക്കേണ്ടത്, കപ്പിളിലെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? കപ്പിൾ R എപ്പോഴും 0 ആയിരിക്കും. 2 ഫോഴ്സ് അവർ ക്യാൻസൽ ആയി പോകും, പെയർ ആണ് എപ്പോഴും. പക്ഷേ മൊമെന്റ് എത്രയാണ്? F into D, അതായത് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു കണ്ടീഷൻസ് ഓർക്കുക. ഒരു കപ്പിൾ ആകണമെങ്കിലുള്ള കണ്ടീഷൻ, അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കണം, റിസൾട്ടന്റ് മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അവിടെ മൊമെന്റ് വാല്യൂ വേണം, റിസൾട്ടന്റ് വാല്യൂ വരാൻ പാടില്ല. ഫോഴ്സ് 0 ആയിരിക്കണം, മൊമെന്റ് കാണണം. ഇതാണ് കപ്പിൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. That's all for today. Thank you all.